ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മോഹൻ ഭഗവതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മല്ലികാർജുന ഖാർഗെയുടെ ഒരു പരാമർശമാണ്. ഇനി RSSന്റെ മേധാവി രാജ്യത്ത് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ വഴിയിൽ തടയുമോ കോൺഗ്രസ്? മൂപ്പര് കൊടിയേരിക്ക് പഠിക്കാൻ തോന്നുന്നു. കൊടിയേരി കൊണ്ട് വന്നിട്ടുണ്ട്. യുവമോർച്ചയെ ശവമോർച്ചയാക്കും. ആ രീതി പഠിക്കാൻ തോന്നുന്നു. മോഹൻ ഭഗവത് പറഞ്ഞതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരവും അയോധ്യയിലെ ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് രണ്ട് വിഷയമാണ്. സ്വാതന്ത്ര്യ സമരം ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാണ്. മറ്റേത് ഒരു മതത്തിൻ്റെ ഒരു സംസ്കൃതിയുടെ അവരുടെ പെർസ്പെക്റ്റീവ് അഭിമാനം വീണ്ടെടുക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ എന്താണ് ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിച്ച് നമ്മൾ ചെയ്യാൻ നോക്കിയാൽ ഏറ്റവും കണക്കുണ്ടാവില്ല. അത് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുകയും നിലവിൽ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ള എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് 1947 ശേഷം അല്ലെങ്കിൽ 50-നൊക്കെ ശേഷം രാമജന്മഭൂമി പ്രശ്നം മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവം ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ത്രിമൂർത്തികളുടെ പ്രധാനപ്പെട്ട ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആളാണ് വിഷ്ണുവിൻ്റെ ഇൻകാർണേഷനാണ് രാമൻ. അപ്പം രാമൻ ഏറ്റവും ഉത്തരേന്ത്യയിലേക്ക് പ്രധാനപ്പെട്ട ദൈവം തന്നെയാണ്, ദൈവസങ്കല്പമാണ്. അപ്പം രാമൻ്റെ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം. മുസ്ലിംസിനെ സംബന്ധിച്ച് ആ പള്ളി പ്രധാനപ്പെട്ട ഒന്നല്ല, വിട്ടുകൊടുത്ത് അമിക്കബിളായി പോകുക എന്നുള്ളതായിരുന്നു എൻ്റെയൊക്കെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഏതായാലും RSS വിമാനം ചെയ്യുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ ആണിക്കല്ലെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് രാമനാണ്. അപ്പം അപ്പം അവിടെ രാമൻ്റെ ആ ക്ഷേത്രം അവരുടെ എന്താണ് വീക്ഷണം അനുസരിച്ച് വീണ്ടെടുക്കൽ, അത് അവരങ്ങനെ കണ്ടിട്ടുണ്ടാവും. അത് അവരുടെ പെർസ്പെക്റ്റീവാണ്. പക്ഷേ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാതന്ത്ര്യ സമരത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ RSSൻ്റെ ഹിന്ദുത്വ ഐഡിയോളജി പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അതോടൊപ്പം സാധാരണക്കാരെ സംബന്ധിച്ച് 500 വർഷമായി അവിടെ നിരന്തരം കലാപങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്നതിലൊരു സുപ്രധാന വിധിയിലൂടെ ഇനിയൊരു പ്രശ്നത്തിനൊരു സാധ്യതയില്ല. 500 വർഷമായിട്ടൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അവിടെ നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ അത്തരം ബ്രിട്ടീഷുകാർ ഇവിടെ അടിയുണ്ടാക്കാൻ വേണ്ടി പലതും എഴുതിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ക്ഷേത്രങ്ങൾ പരസ്പരം കൊള്ളയടിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു രാജാക്കന്മാർക്ക് തന്നെ ഗുജറാത്തിലെ രാജാവിനും കാശ്മീരിലെ രാജാവിനൊക്കെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ പ്രത്യേക വകുപ്പിനുണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ സമ്പത്തിൻ്റെ കേന്ദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ ഈ തുർക്കി അധിനിവേശത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൊള്ളയടിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. നശിപ്പിച്ച് കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതെടുത്തുകൊണ്ട് പോയിട്ട് ഉത്തരേന്ത്യയിൽ നമ്മളെ നാടുപോലെ കല്ല് കിട്ടാനൊക്കെ പാടാണ്. ഇവിടെ നമുക്കത് മാത്രം മനസ്സിലായി, അവിടെ പോയി നോക്കണം. അവിടെ കല്ലിന് വലിയ ക്ഷാമമുള്ള സ്ഥലം. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഇവർ പള്ളിയും അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവരെ പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കും. ചിലതൊക്കെ എന്ന് വെച്ചാൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നശിപ്പിച്ച് കളയും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നമുക്കെതിരെ കളിക്കാൻ വന്നേക്കരുത് എന്നുള്ള രീതിയിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. വേറെ ചിലതെന്ന് വെച്ചാൽ ഈ രാജാവിൻ്റെ ശത്രുക്കൾക്ക് അഭയം നൽകി. അങ്ങനെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഔറംഗസേബ് ആക്രമിക്കുക ഒരു കാരണം. ഔറംഗസേബ് ബേസിക്കലി ഒരു ജിഹാദിസ്റ്റ് മതം വലിയ ഇതാണ്. വർഗീയവാദിയൊക്കെ ആ ടൈമിൽ വന്ന ഒരു എന്താ പറയുക തീവ്ര മതവിശ്വാസിയും മറ്റു മതങ്ങളോട് അത്യാവശ്യം വിരോധം ഉണ്ടായിരുന്ന ആളാണ്. വിരോധമല്ല, അയാളെ മതവിശ്വാസം അനുസരിച്ച് മറ്റ് വിഗ്രഹാരാധനയ്ക്ക് അയാൾ ഭയങ്കര എതിരാണ്. അക്ബറിനെ പോലെ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരു എന്താണ് ഇന്നത്തെ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ വർഗീയവാദി എന്ന് പറയാം. ഞാൻ എന്തോടെ ടൈം ഉപയോഗിക്കാൻ മടിക്കുന്നത് വെച്ചാൽ വർഗീയവാദം വെച്ചാൽ ആധുനിക കാലഘട്ടത്തിൽ വന്ന ടൈമാണ്. ആ കാലഘട്ടത്തിൽ വർഗീയവാദം ഒന്നും ടൈമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു വർഗീയ വിഷം എന്നാണ് പറയാം. അങ്ങനെയുള്ള ഔറംഗസേബ്. പക്ഷേ ഈ ഔറംഗസേബിൻ്റെ അണ്ടറിലാണ് ഏറ്റവും കൂടുതൽ രജപുത്ര, ഏറ്റവും കൂടുതൽ മറാഠരും മുഗൾ സൈന്യത്തിനുണ്ടായത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രശ്നം. പിന്നെ ഇങ്ങനെ രാജഭരണം ഏറ്റെടുത്ത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെടുന്നത് ഇയാൾക്കെതിരെ എതിർപ്പ് ഉയർത്തിയ മുസ്ലിം സർദാർമാർക്ക് ഈ ക്ഷേത്രത്തിലെ ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അഭയം തരുമെന്നതിന് അഭയം കൊടുക്കുക, ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ ഈ മല്ലികാർജുന ഖാർഗെയിലും വിമർശനം ഉന്നയിക്കുമ്പോഴും ഈ രാജീവ് ഗാന്ധിയാണല്ലോ അവിടെ പ്രചരണവുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രം തന്നെ തുറന്നു കൊടുക്കുന്നത് പൂജയ്ക്കായി. അപ്പോൾ അവർക്ക് തന്നെ വിമർശിക്കാനുള്ള ഒരു അർഹതയുണ്ടോ? അല്ല, രാജീവ് ഗാന്ധി ചെയ്ത് അരുൺ നെഹ്റു എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധിൻ്റെ ഒരു ഉപദേശകനുണ്ടായിരുന്നു, ബന്ധു കൂടിയാണ്. അയാൾ പറഞ്ഞിട്ടാണ് ചെയ്തു കൊടുത്തത്. അതിപ്പോൾ അടുത്ത കാലത്ത് അതിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് വെച്ചാൽ ഷബാന കേസ് വന്ന സമയത്ത് മുസ്ലിംസിന് അനുകൂലമായിട്ട് കോൺഗ്രസ് നിലപാടെടുക്കുന്നു എന്നുള്ള വലിയൊരു അഭിപ്രായം വന്നു.
വലിയ BJP ശരിക്കും ഇന്നത്തെ രീതി വളരുന്ന അതോടുകൂടിയിട്ടാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ തോന്നും ശിലാന്യാസത്തിൽ തുറന്നു കൊടുക്കും. അവർ രാജീവ് ഗാന്ധി കാണിച്ച ഒന്നിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ ധാർമ്മികമായിട്ട് കോൺഗ്രസ് പൊതുവേ ആ ഒരു വിഷയത്തിൽ അവിടെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നുള്ള അഭിപ്രായക്കാരായി. അവിടെ എന്താണ് അങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം കോടതി വിധി വരുന്നവർ ഇപ്പം പക്ഷേ അതിൻ്റെ കോടതി വിധി വന്നതിന് ശേഷം കോൺഗ്രസ് ആ നിലപാടെടുക്കുന്നതിൽ പ്രോബ്ലം ഉണ്ട്. കോടതി വിധി വന്നത് ബൈൻഡിങ് ആണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോടതി വിധി ബൈൻഡിങ് ആണ്, നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RSS എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ RSS ആയി കൂട്ടിക്കും. എങ്കിൽ പോലും 40-50% ആളുകൾ ഇന്ത്യയിൽ RSS അനുഭവമുള്ളവരുണ്ട്. 30%. ഇന്ത്യയിലെ 30% 30 കോടിയാണ്. അത് പല യൂറോപ്യൻ രാജ്യങ്ങളിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഇരട്ടിയാണ്. ഇരട്ടിയൊക്കെയാണ്. അപ്പോൾ അത്രയും വലിയ ജനസമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൈവവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അത് ആ രീതി ഇനി അത് മാന്താൻ നിൽക്കാതെ ആ രീതിയിൽ പോകുന്നതാണ് നല്ലത്. പിന്നെ RSSനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം പോലെ ആയിരിക്കും RSSൻ്റെ വീക്ഷണത്തിൽ. അപ്പോൾ RSS പുറത്ത് നിൽക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരമായിട്ട് സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, എല്ലാ ജനവിഭാഗങ്ങളും. ഇപ്പോൾ രാമമായിട്ട് ബന്ധപ്പെട്ട മൂവ്മെൻറ്റ് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലാണ് ഇത് സ്ട്രോങ് ആണ്. നമ്മളവിടെ കുറച്ച് ശിവ കൾട്ടൊക്കെയാണ് കൂടുതൽ. ബംഗാളിലൊക്കെ പോയാലും മറ്റേ കാളി കൾട്ടാണ് കൂടുതൽ. ഈ രാമ കൾട്ട് ഏറ്റവും കൂടുതൽ വൈശ്യ സ്വാധീനം കൂടുതലുള്ള ഉത്തരേന്ത്യയിലും വെസ്റ്റ് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കാണ് വളരെ ശക്തമായിട്ട്. അവിടെ നോക്കി അവിടെ ഏറ്റവും കൂടുതൽ ശിവ ടെമ്പിൾസ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ. അപ്പം എങ്കിൽ പോലും അത് വിഷയമായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഹിന്ദുസിൻ്റെ ഒരു വിഷയമാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമരം അതല്ലല്ലോ, അതൊരു വിദേശ ശത്രുവിനെതിരെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നടത്തിയ സമരമാണ്. ഇത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാമനെ സ്വാതന്ത്ര്യ സമരമായിട്ട് ഇതിനെ രാമനെ അങ്ങനെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമുണ്ടോ? രാമൻ അതിൻ്റെയൊക്കെ മുകളിലല്ല. ഒരു ദൈവസങ്കല്പം രാമൻ സ്വാതന്ത്ര്യ സമരത്തിനെക്കാട്ടൊക്കെ മുകളിലാണ്. അപ്പോൾ അതങ്ങനെ ഒരു അസ്ഥാനത്തുള്ളൊരു പ്രയോഗമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. ദൈവങ്ങളെ നമ്മൾ നമ്മൾ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളുമായി ദൈവങ്ങളെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. രാമൻ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ ഈ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്, മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ RSS മേധാവിന് പുറത്തിറങ്ങാൻ പേടിക്കുമോ? അതിന് കൊടിയേരി പണ്ട് വന്ന് ഉത്തരം തിരിച്ചിട്ടാൽ മതി. അങ്ങനെയൊക്കെ സംഭവിച്ചവന് യൂത്ത് കോൺഗ്രസ് ഡെഡ് കോൺഗ്രസ് ആയി. RSSൻ്റെ സ്വഭാവം നിങ്ങൾ അല്ല, കാരണം ഈ കേരളത്തിൽ പറയും, ഇപ്പോൾ സുധാകരൻ പറയും പോലെ പാർട്ടി കേഡർ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. അതേപോലെ ദേശീയ തലത്തിൽ ഇനി കേഡറിലേക്ക് നടക്കില്ല. കോൺഗ്രസ്സുകാർ അങ്ങനെ RSSകാരെ പോലെ ആ ആശയത്തിന് വേണ്ടി ചാകാൻ നടക്കുന്നവരൊന്നുമല്ല. ഒരു കുടുംബം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കുക. അത് അന്ന് നടക്കില്ലായിരുന്നു. അന്നേ RSS തൊടാൻ പേടിയാണല്ലോ. അടിയന്തരാവസ്ഥ കാലത്തിന് അങ്ങനെ സാഹചര്യം ഉള്ളതുകൊണ്ട് തൊട്ടതാണ്. നടക്കാത്ത കാര്യമാണ്. വെറുതെ വരുന്നതിൻ്റെ ആവശ്യമില്ല പണിക്കോ. ഒന്ന് മോഹൻജി ഭഗവത് ഈ പറയേണ്ട ആവശ്യമില്ല. രാമൻ ഇതിലൊക്കെ മുകളിലാണ്. സ്വാതന്ത്ര്യ സമരം പോലെ രാമൻ ദൈവസങ്കല്പമാണ്. അതിനെ ഈ പറയുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഖാർഗെ പറയുന്ന ഇന്ത്യയിൽ ഒരിടത്തും ഇനി സഞ്ചരിക്കാൻ കഴിയില്ലെന്നാണ്. കാരണം ബുദ്ധിമുട്ട്. അതെങ്ങനെ ഇന്ത്യയിൽ എവിടെ? ഗുജറാത്തിൽ എന്ത് ചെയ്യും? കോൺഗ്രസ് തല കൈ ഉയർത്തി എന്നാൽ വെട്ടിക്കളയും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഡൽഹി ഒന്നും നടക്കില്ല. പിന്നെയും കേരളത്തിലാണ്. കേരളത്തിലും ഇങ്ങനെ വിഷയം വന്ന RSS എങ്ങനെ പ്രതികരിക്കുന്നു അറിയാലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് എന്താ കോൺഗ്രസ്സായി പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഇവർക്ക് RSSൻ്റെ പവർ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മോഹൻ ഭഗവത് എന്താ പറയണത് അങ്ങനെയുടെ ഒരു എന്താ പറയുക രാഷ്ട്രീയ നിലപാടായി കണ്ടാൽ മതി. അതിനൊന്നും ഇത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയൊക്കെ പ്രതികരിച്ചത് വഷളാക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, അങ്ങയുടെ കാഴ്ചപ്പാട്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. കാരണം രാമനാഥിലൊക്കെ മുകളിലല്ല. ഞാനീ പറയുമ്പോൾ ഔറംഗസേബ് വർഗീയവാദി എന്നുള്ള എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ മണ്ടന്മാർ വന്നു. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജിഹാദി ഉണ്ട്, അവനുള്ളിൽ പോയാൽ അത് ഞാൻ ബേസിക്കലി മുസ്ലിമാണ്. ജിഹാദി എന്നൊക്കെ നീ അന്ന് ഐ ഡോണ്ട് കെയർ. എൻ്റെ ഹിസ്റ്ററി എന്നെ അറിയുന്നവർക്ക് അറിയാം. നിങ്ങളൊക്കെ എന്ത് വിളിച്ചത് ഇതിൽ വലിയ വലിയ കേട്ടയാണ് ഇവിടം വരെ എത്തിയത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ വർഗീയത എന്ന് വെച്ചാൽ ഒന്നില്ലേ, വർഗീയത എന്ന് വെച്ചാൽ ആധുനികമായ ടൈമാണ്. ആധുനികം എന്ന് വെച്ചാൽ മുമ്പ് വർഗീയത ഉണ്ടായിരുന്നില്ല, സെക്ടേറിയനിസമാണ്. ഓരോ സെക്റ്റുകളായി രാജ്പുട്ട് ടെക്സ് മറാഠക്കെതിരെ, ഷിയ സുന്നികൾക്കെതിരെ അങ്ങനെയുള്ളതായിരുന്നു. വർഗീയത എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് ഈ ഒരു എന്താണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് വന്നത്. 1857 കലാപത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നു. അപ്പോൾ അവർക്ക് ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നു. അപ്പം അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹിന്ദുക്കളോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഒരേ തരത്തിൽ രാഷ്ട്രീയവും മതനിരപേക്ഷവുമായ എല്ലാ കാര്യവും നിങ്ങളുടെ താല്പര്യങ്ങളും ഒന്നാണ്. മുസ്ലിങ്ങളോട് ഇത് തന്നെ പറഞ്ഞു. അത് ശരിയാവില്ലല്ലോ. അപ്പം ചോറിൽ നിന്ന് ഞാനും ഗോതമ്പ് കഴിക്കുന്ന പഞ്ചാബി മുസ്ലിം തമ്മിൽ എന്തോ ബന്ധമുള്ളത്? അല്ലെങ്കിൽ ചോറിൽ നിന്ന് നീയും ഗോതമ്പ് കഴിക്കുന്ന UP ഹിന്ദുവും തമ്മിൽ അങ്ങനെ എന്തോ ബന്ധമുള്ളത്? പക്ഷേ വിശ്വാസത്തിലൊരു ബന്ധം ഉണ്ടാവും. മതപരമായ കാര്യങ്ങൾ ഐക്യം ഉണ്ടാവും, മതനിരപേക്ഷമായ കാര്യങ്ങൾ ഐക്യം ഉണ്ടാവില്ല. വർഗീയത പറയുന്നത് വെച്ചാൽ മതപരവും മതനിരപേക്ഷവുമായ വിഷയങ്ങൾ ഒരേപോലെ ഐക്യമുണ്ടെന്നുള്ള അത് ആധുനിക കാലഘട്ടത്തിൽ കൊളോണിയലിസത്തോടു കൂടി വന്നൊരു ചിന്താഗതിയാണ്. അത് മുമ്പില്ല.
ഇത് പ്രധാനമായിട്ടും വളർന്നു വന്നത് ഈ പറയുന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള സീറ്റുകളുടെ സംവരണം, ജോലിക്കുള്ള സംവരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിൽ അതിൽ അഡ്മിഷൻ കിട്ടുന്നതിനുള്ള മുൻഗണന, ഇങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഇതൊന്നും മധ്യ കാലഘട്ടത്തിലോ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇല്ല. വർഗീയത എന്ന് വെച്ചാൽ ആധുനിക കാലഘട്ടത്തിലൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ മധ്യ കാലഘട്ടത്തിൽ ജീവിച്ച് ഔറംഗസേബിനെ അളക്കുന്നത് ശരിയല്ല. ഔറംഗസേബ് തീവ്ര ഇസ്ലാമത വിശ്വാസിയാണ്. അപ്പോൾ അതിൻ്റേതായി ബന്ധപ്പെട്ട ബിംബാരാധനക്കെതിരെയുള്ള വെറുപ്പല്ല അയാൾക്കുണ്ട്. എന്നാൽ ഇത് ഇയാൾക്കുണ്ടായിരുന്നില്ല. അയാൾക്ക് മുമ്പുണ്ടായിരുന്ന ഷാജഹാനോ ജഹാംഗീറിനോ ഹുമയൂണിനോ അല്ലെങ്കിൽ ഹുമയൂണിൻ്റെ മകനായ അക്ബറിനോ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇയാളുടെ സൈന്യം നിങ്ങളെടുത്ത് നോക്കി, ഏറ്റവും കൂടുതൽ മറാഠക്കാരെ ഏറ്റവും കൂടുതൽ രജപുത്രരെയും സൈന്യത്തിലെടുത്ത ഇയാളാണ്. വേറൊരു കാര്യമുണ്ട്, ഇയാൾ തന്നെയാണ് ഗോൽക്കൊണ്ടയിലേക്കുള്ള മുസ്ലിം രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് നശിപ്പിച്ച് നാശകോശമായി കളഞ്ഞത്. അപ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. നമുക്ക് സിമ്പിള് പുറത്തുള്ള ആളുകൾ അവർ പെട്ടെന്ന് മതം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഇൻഡെപ്ത് പഠിക്കുമ്പോൾ ഇതിലൊക്കെ ഒരുപാട് കോൺട്രഡിക്ഷൻ. ഇത് ശിവജീനെ പറ്റി ചരിത്രകാരന്മാർ ഈ ആക്രമണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവർ മാത്രമല്ലല്ലോ ആക്രമിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ശിവജിക്കെതിരെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത ഒറീസയിലെയും മറ്റു ഹിന്ദു രാജാക്കന്മാരല്ലേ, അവിടെ തന്നെയുള്ള മറാഠയിൽ തന്നെയുള്ള ആളുകളല്ലേ. ഈ ഔറംഗസേബിനെതിരെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത ഒന്ന് ഗോൽക്കൊണ്ടയിലേക്കുള്ള മുസ്ലിം രാജാക്കന്മാരല്ല. അപ്പോൾ നമ്മൾ എന്ത് ഇത് മതമൊന്നല്ല ഇതിൻ്റെ കാര്യം. ഇപ്പോൾ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിച്ച സമയത്ത് അയാൾക്കെതിരെ ബ്രിട്ടീഷുകാർ ആർക്കോട്ടിലെ നവാബ് മുസ്ലിമാണ്, ഹൈദരാബാദിലെ നവാബ് മുസ്ലിമാണ്, പിന്നെ മറാഠാസ് ഒരുമിച്ചാണ്. പിന്നെ മറാഠക്കാരും ബ്രിട്ടീഷുകാരായിട്ട് യുദ്ധം ഉണ്ടായ പല മറാഠ ട്രൈബ്സും പേർഷ്യയുടെ ആളുകൾ സപ്പോർട്ട് ചെയ്തത് ആരെയാണ്? ബ്രിട്ടീഷുകാരാണ്. നമ്മളിതിനെ ഒന്നും ഒരൊറ്റ മതത്തിൻ്റെയോ ഒന്നും ലൈനിൽ കാണുന്നത് ശരിയല്ല. ഇതിനെ അന്നത്തെ സമഗ്രമായിട്ട് കാണും. ഇന്നത്തെ സാഹചര്യങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെ നമുക്ക് ഇന്ന് ഒരു വർഗീയത എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ പറയും. അന്ന് വർഗീയത അല്ല, അന്ന് ശക്തി അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ ചില ഭരണാധികാരികൾ തീവ്ര മതവിശ്വാസം കാണിച്ചിട്ടുണ്ട്. അത് രണ്ട് വിവാദവും. നമ്മുടെ ചോളന്മാരൊക്കെ ശ്രീലങ്ക ആക്രമിച്ച സമയത്ത് അവരുടെ ഈ മുഗളന്മാരുടെ സ്വാധീനവും അതോടൊപ്പം തന്നെ ഇന്ത്യ വിഭജനത്തിനുണ്ടായ സംഭവ വികാസങ്ങളുമാണ് RSSന് ഇന്ത്യയിൽ സ്വാധീനം ഉണ്ടാക്കാൻ. മുഗളന്മാരല്ല, ഇന്ത്യ വിഭജനം RSSന് ഗുണം ചെയ്തിട്ടുണ്ട്. മുഗളന്മാരെ വലിയ തോതിലൊന്നുമില്ല. അത് അന്ന് ഉത്തരേന്ത്യയിൽ നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മുഗളന്മാരല്ല. അത് പിന്നെ ഈ ബ്രിട്ടീഷുകാരൊന്നും പുസ്തകമൊക്കെ തുടങ്ങിയ ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളെയും പരസ്പരം ശത്രുക്കളായിട്ട് പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതല്ല, RSSന് ഏറ്റവും കൂടുതൽ സഹായിച്ചതൊന്നും വിഭജനമാണ്. RSS അത് ഹിന്ദു മനസ്സിൽ വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കിയത്. രണ്ടാമത്തെ RSS സഹായിച്ചത് ഷബാനു കേസാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളതിൻ്റെ ആയത്തിൽ സമഗ്രതയെ കാണും. നമ്മൾ പരസ്പരം ഇപ്പോൾ ഹിന്ദുസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരുമയില്ല എന്നുള്ളതാണ്. ആ പ്രശ്നം ഏതാണ്ട് പരിഹരിച്ചു. RSS എനിക്ക് തോന്നുന്നു ആൻറ്റി മുസ്ലിം കാർഡ് കളിച്ചതുപോലെ അതിൻ്റെ പുറത്താണ്. അതിപ്പോൾ തീർന്നതുകൊണ്ട് തന്നെ ഇനി അത് കളിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും. അതൊക്കെ മാറ്റി നിർത്തി മുന്നോട്ട് പോകേണ്ട സമയമായി. RSS ആ രീതിയിൽ തന്നെയാണ് അത് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഓർഗനൈസറിൽ ഒരു സംഭവമൊക്കെ വന്നിട്ട് ഒരു മുഖപ്രസംഗമൊക്കെ വന്ന് മോഹൻ ഭാഗവത്തിനെ ഒന്ന് കോർണർ ചെയ്യാനുള്ള ശ്രമം നടന്നപ്പോൾ അദ്ദേഹം ഒന്ന് നവീനൊന്നും കിടന്നോട്ടെ വിചാരിച്ച് കൊടുത്തതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അദ്ദേഹം ആവർത്തിച്ച് ബ്രാഹ്മണ ഇടക്കിടക്ക് പൂണൂലെടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാലോ ഹീസ് വിയറിങ് പൂണൂൽ, ദ സേക്രഡ് ത്രെഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.